സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ഒരു ചോദ്യമാണത്. അപ്പോൾ നിലവിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ ആ ഒരു നിയോജക മണ്ഡലങ്ങളെ പുനർനിർണ്ണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ജെറി മാൻഡറിങ് എന്ന് പറയുന്ന. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അത് ജെറി മാൻഡറിങ് ആണ്. അപ്പോൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഈ നിയോജക മണ്ഡലങ്ങളെല്ലാം അവർ പുനർനിർണ്ണയിക്കും. ഇതാണ് നമ്മുടെ ജെറി മാൻഡറിങ് എന്ന് പറയുന്നത്. മറ്റ് 3 കാര്യങ്ങൾ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്, റഫറൻഡം, റീകോൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒഫീഷ്യലിനെ അവരുടെ ഒഫീഷ്യൽ ടെനുവർ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, വോട്ടിങ്ങിലൂടെ പുറത്താക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ റീകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഫറൻഡം എന്ന് പറഞ്ഞാലോ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തോ സാമൂഹികമോ രാഷ്ട്രീയപരമോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്കെതിരെ ഒരു പൊതു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങളോട് വോട്ട് രേഖപ്പെടുത്താൻ പറയുന്നതിനെയാണ് നമ്മൾ റഫറൻഡം എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊരു നിർദ്ദിഷ്ട നിയമത്തിനും മതിയായ പിന്തുണയോട് കൂടിയിട്ട് ബാലറ്റിൽ ഉൾപ്പെടുത്താം, അതായത് വോട്ടിങ്ങിൽ ഉൾപ്പെടുത്താം. ഇതിന് നിവേദനങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യണം, ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നിവേദനങ്ങളെല്ലാം തന്നെ വാലിഡാണ് എന്ന് തീർപ്പാക്കുകയാണെങ്കിൽ ഇവർക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രത്യേക കാര്യം നിയമമായിട്ട് മാറുന്നു. ഇതാണ് ഇനിഷ്യേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ജെറിമാൻഡറിങ് ആണ് ചോദിച്ചത്. ഇനി ഒരു പക്ഷേ എന്ത് ചോദിക്കാം, ഇനിഷ്യേറ്റീവോ റഫറൻഡമോ റീകോളോ ചോദിക്കാം.